സാധാരണ രീതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 5-10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ഒരുപാട് പക്വത വയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായി അപ്പോഴാണ് ഭർത്താവിൻ്റെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നത്. ഭർത്താവിനെ ഭംഗി പോരാ, ഭർത്താവിൻ്റെ പെരുമാറ്റം ശരിയല്ല, അതുപോലെ തന്നെ ഹൈറ്റില്ല, തനിക്ക് ചേർന്നതല്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടൊരു ഭാര്യ സ്വന്തം വീട്ടിൽ നിപ്പായി എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയുടെ വീട്ടുകാരെന്താ ചെയ്യേണ്ടത്? അവരും അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നുള്ളത് ഒരു വശം. ഒപ്പം തന്നെ ഭർത്താവാണെങ്കിൽ സ്വന്തം വീട്ടിലെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടി. ഇവള് ശരിയല്ല എന്നുള്ള രീതിയിൽ എന്ത് പറയുന്നു. അവർക്ക് 2 മക്കളുണ്ട്. ആ സമയത്താണ് ഇവരിങ്ങനെ പരാതികളും പറഞ്ഞ് ബാലിശമായിട്ടുള്ള പരാതികൾ പറഞ്ഞ് രണ്ടുപേരും 2 വഴിക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇരു കൂട്ടക്കാരുടെയും വീട്ടുകാർ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്തു സംഭവിച്ചു? പാവം കുട്ടികളാണ് പെട്ടുപോയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനും അമ്മയും 2 വഴിക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പാരൻസിൻ്റെ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹവും അംഗീകാരവും അല്ലെങ്കിൽ ആ ഒരു നല്ല പാരൻറ്റിങ് അതിലൂടെ വളരേണ്ട കുട്ടികൾ അതില്ലാതായി പോയി എന്നുള്ളത് ഒരു സങ്കടത്തിലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പ്രത്യേകിച്ച് ഇവരുടെ വീട്ടുകാർ ആണ് ഏറ്റവും കൂടുതൽ ഒരു അബദ്ധജടിലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളത്. അവരെ ഒന്നിപ്പിക്കാനല്ല അവർ നോക്കുന്നത്, മറിച്ച് അവരുടെ പക്ഷം നിൽക്കുകയാണ്. ഭാര്യയുടെ ഭാഗത്ത് ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ ഭാഗത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരും നിന്നുകൊണ്ട് 2 പേരെ 2 വലിക്ക് പിടിച്ചു വലിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലാതെ കല്യാണം കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നു എന്നുള്ളത്. ഫ്രണ്ട്സ്, എപ്പോഴും അങ്ങനെ ഒരു വിയോജിപ്പുണ്ടെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ബാലിശമാണോ അല്ലെങ്കിൽ വലിയ കാര്യമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഒരിക്കലും 2 വീട്ടുകാരല്ല. അതിനേക്കാൾ ഉപരി ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു കൗൺസിലർ അടുത്ത് വന്നാൽ മാത്രമാണ് പക്ഷം നിൽക്കാത്ത രീതിയിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അല്ലാത്ത പക്ഷം സ്വന്തം വീട്ടിലെ ഭാര്യയെക്കുറിച്ചുള്ള പരാതികൾ ഭർത്താവിനെ കുറിച്ചുള്ള പരാതികൾ ഭാര്യയും സ്വന്തം വീടുകളിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വതയില്ലാത്ത കുടുംബങ്ങൾ ഒരുപക്ഷെ അവരെ പക്ഷം നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കുടുംബം തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ടെന്നാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്തതുപോലത്തെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.